ഇറാന്റെ ഇസ്രയേൽ ആക്രമണം ആസന്നമാണെന്ന് അമേരിക്ക. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് സീനിയർ അമേരിക്കൻ ഒഫീഷ്യൽസ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ആക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നതായി തങ്ങൾക്ക് വിവരമുണ്ടെന്നും അമേരിക്ക കൂട്ടിച്ചേർത്തു. എന്നാൽ ഇറാൻ ഇസ്രയേലിനെ ഡയറക്റ്റ് ആക്രമിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്ക പറഞ്ഞു. ഇസ്രയേൽ ലബനാനിലേക്ക് കരയുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. എന്നാൽ തങ്ങൾ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ഒളിയാക്രമണം നടത്തിയതായി ഹെസ്ബുള്ളയും പറഞ്ഞു. നിരവധി ഇസ്രയേലി ട്രൂപ്പുകളെ അപകടത്തിൽപ്പെടുത്തിയെന്നും ഹെസ്ബുള്ള പറഞ്ഞു. അതേസമയം ഹൂത്തികൾ അമേരിക്കയുടെ MQ-9 ഡ്രോൺ വെടിവെച്ചിടുകയും വീണ്ടും കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ടെൽ അവീവിലെ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേർക്കും വീണ്ടും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ സേന കരയുദ്ധത്തിലാണെങ്കിലും ഹെസ്ബുള്ള ഇപ്പോഴും ഇസ്രയേലിന് നേർക്ക് റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. റോക്കറ്റ് ആക്രമണങ്ങളിൽ 2 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ സെൻട്രൽ ഇസ്രയേലിലുള്ള ഹൈവേ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ലബനാനിൽ നിന്ന് 10-ലധികം റോക്കറ്റുകൾ തങ്ങൾക്കെതിരെ തൊടുത്തുവെന്നും ചില റോക്കറ്റുകൾ തങ്ങൾ നശിപ്പിച്ചതായും എന്നാൽ ചിലത് എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കബളിപ്പിച്ചതായും IDF സ്ഥിരീകരിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരായി ബങ്കറുകളിലേക്ക് പോയതായും സെൻട്രൽ ഇസ്രയേലിൽ ഉടനീളം സൈറൻ മുഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. തങ്ങൾ ലബനാന് നേരെ നടത്തുന്ന ആക്രമണം പരിമിതമായിരിക്കുമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. അതിനിടയിൽ ഇറാനിൽ ജനങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കണമെന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി. ഇറാൻ തങ്ങളുടെ ജനതയെ തൃപ്തിപ്പെടുത്താനാണെങ്കിലും എന്തെങ്കിലും ചെയ്തേ മതിയാവുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് അമേരിക്കയുടെ മുന്നറിയിപ്പും വന്നിരിക്കുന്നത്.